തിരുവനന്തപുരത്ത് മുത്തൂറ്റ് മാനേജരെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ കണ്ടെത്തി. വിളപ്പിൽ ശാലയിൽ നിന്നാണ് കാർ കണ്ടെത്തിയത്. പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. കേസിൽ കുറ്റിച്ചൽ സ്വദേശി രാജേഷാണ് ഒന്നാം പ്രതി. കണ്ടാലറിയാവുന്ന 3 പ്രതികളുണ്ടായെന്നും എഫ്ഐആറിൽ പറയുന്നു. മർദ്ദനത്തിന് കാരണം കുടുംബ പ്രശ്നമെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഗോപാൽ ശിലാസാനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ, പട്ടാപ്പകൽ ഒരു ഉദ്യോഗസ്ഥരെ പിടിച്ച് കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. 1, 2, 3 വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾ പക്ഷേ ഇപ്പോഴും ഒളിവിലാണ്. അതെ മാധു, ഇന്നലെ വൈകുന്നേരമാണ് പൂവച്ചൽ ജംഗ്ഷനിൽ വെച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. മുത്തൂറ്റിലെ ബ്രാഞ്ച് ശാഖാ മാനേജറായി ജോലി ചെയ്യുന്ന ഗിരീഷിനെ ഒരു കാറിലും ബൈക്കുകളിലുമായി എത്തിയ സംഘം മർദ്ദിച്ച് ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ഇതിലിപ്പോൾ പോലീസിന്റെ എഫ്ഐആറിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം ഇതൊരു കുടുംബ പ്രശ്നം മൂലമുണ്ടായ വൈരാഗ്യം, ആ വൈരാഗ്യം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു എന്നതാണ്. ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള കുറ്റിച്ചൽ സ്വദേശി രാജേഷ്, ആ രാജേഷിന്റെ സഹോദരന്റെ ഭാര്യയുമായി ഈ മർദ്ദനമേറ്റ ഗിരീഷിന് ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകലും പിന്നാലെയുള്ള മർദ്ദനവും. ഈ ഗിരീഷും അതുപോലെ തന്നെ ഈ യുവതിയും ഒരുമിച്ചാണ് ജോലി ചെയ്തത്. അവിടെ വെച്ച് ഇരുവരും തമ്മിലുള്ള ബന്ധം അത് ഇവർ ചോദ്യം ചെയ്യുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്താണെങ്കിലും കാറിൽ കയറ്റിയതിനു ശേഷവും ഗിരീഷിനെ ക്രൂരമായി ഈ സംഘം മർദ്ദിച്ചതായി ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നുണ്ട്. ഈ രാജേഷിനെ കൂടാതെ കേസിൽ മറ്റ് 3 പ്രതികളെ കൂടി പ്രതി ചേർത്തിട്ടാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത്. ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വിളപ്പിൽശാല ഭാഗത്ത് ഈ പ്രതികൾ സഞ്ചരിച്ച, അതായത് ഈ തട്ടിക്കൊണ്ടു പോകാനായി ഉപയോഗിച്ച വാഹനം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇതുകൂടാതെ 2 ബൈക്കുകൾ കൂടി ഇനി കണ്ടെത്താനുണ്ട്. ഈ പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ മർദ്ദിച്ചതിനു ശേഷം ഗിരീഷിനെ ഇറക്കി വിട്ട സമയത്ത് ഇനിയും കുടുംബ പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ, കുടുംബം കലക്കാൻ വന്നാൽ നിന്റെ ജീവനോടെ വെച്ചേക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയതായും അതുകൊണ്ട് തന്നെ തനിക്ക് ജീവഭയമുണ്ട് എന്നും ഈ ഗിരീഷ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഒരു കുടുംബ പ്രശ്നം അത് പൊതുജനങ്ങളുടെ നടുക്ക് ജനമധ്യത്തിൽ ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകലിലേക്കും ഒരു സംഘർഷത്തിലേക്കും ഒരു അക്രമത്തിലേക്കുമൊക്കെ നയിച്ചു എന്നത് ഒരു ഭയാനകമായ കാര്യം കൂടിയാണ് എന്ന് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതായിരിക്കുന്നു. മാധു, ഗോപാൽ ശിലാസാനിലാണ് വിവരങ്ങൾ നൽകിയത്.